സരിത എന്നാണ്. ഞാൻ പടമുകൾ, കാക്കനാട് പടമുകളാണ് താമസിക്കുന്നത്. ഇന്നത്തെ സുപ്രഭാതം ധന്യമാക്കാൻ അവസരം തന്ന, നമുക്ക് എല്ലാവരെയും ഇതുപോലെ നേരിട്ട് എല്ലാവരും കാണാനും സംസാരിക്കാനും അവസരം തന്ന ജഗദീശ്വരനോട് ഒരു നിമിഷം നമുക്ക് മനുമായി പ്രാർത്ഥിക്കാം. സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സരിത. ഞാൻ എറണാകുളത്ത് കാക്കനാട് പടമുകൾ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു വർഷം, 1.5 വർഷം, 2 വർഷത്തോളമായിട്ട് ഇതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സൂം കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്ന ഗ്രേറ്റ് ലീഡേഴ്സിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാനുള്ളത് ഈ വേളയില്. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ബയോട്ടോറിയം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എല്ലാവരും റിസൾട്ട് കിട്ടിയവരും പുതിയ ആൾക്കാരും ഇന്ന് ഈ സൂമിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനായിട്ട് നമുക്ക് മഞ്ജുള മേഡമാണെന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പന്തളം സ്വദേശിയാണ്. കൂടാതെ നഴ്സിംഗ് മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇന്ന് ആ മേഖലയിൽ നിന്നും വിട്ട് നമ്മുടെ ഈ ബയോട്ടോറിയം മേഖലയിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ കൂടിയാണ് മഞ്ജുള മാം. മഞ്ജുള മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം മഞ്ജുള നീള മാം. താങ്ക് യു സരിത മാം. ഗുഡ് മോർണിംഗ് ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. ഇന്ന് ഈ ഒരു അവസരം ശരിക്കും ഞാൻ നന്ദി പറയാണ്. എന്നുവെച്ചാല് ഇത്രയും പേരുടെ മുന്നില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതും നമ്മുടെ ലൈഫിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ അതിന് പറയാനായിട്ടൊരു സന്ദർഭം ഈശ്വരനും ഈ ഒരു പ്ലാറ്റ്ഫോമും തന്നതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. മാം പറഞ്ഞതുപോലെ എൻ്റെ പേര് മഞ്ജു നിള, സ്ഥലം പന്തളമാണ്. ഞാൻ നേഴ്സായിട്ട് കുറെ നാൾ വർക്ക് ചെയ്തു. പിന്നെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒട്ടും നിവൃത്തിയില്ലാതായപ്പോ എനിക്ക് ആ ഒരു എന്താ പറയാ ജോബ് വിടേണ്ടി വന്നു. ഇപ്പോഴും അതിനകത്ത് ഒത്തിരി എന്താ പറയാ ഒരു നഷ്ടബോധമുണ്ട്. പക്ഷെ ഈ ബയോട്ടോറിയത്തിൽ എത്തിയപ്പോൾ ആ നഷ്ടബോധം ഒന്ന് മാറി. എന്നുവെച്ചാല് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ കുഞ്ഞിലെ തൊട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സന്തോഷം കാണുന്ന എൻ്റെ ഒരു സന്തോഷമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോ എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പൊ അവർക്ക് താല്പര്യം ടീച്ചിങ് ഫീൽഡായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നിയത് നഴ്സിംഗ് ഫീൽഡാണ്. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കും അറിയാം അല്ലെ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും സഹായം ആവശ്യമുള്ള ഒരു സന്ദർഭമാണ് നമ്മളൊരു ഹെൽത്ത് ഇഷ്യൂലായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചിരിക്കുന്ന ഒരു മുഖത്തിനെ കാണണമെങ്കിൽ നമുക്ക് ഒത്തിരി ആശ്വാസമാണ് അല്ലെ. എൻ്റെ അനുഭവം അതാണ്. അപ്പൊ ഞാൻ കുഞ്ഞിലെ തൊട്ട് ഞാൻ അങ്ങനെ പോകുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട്, ഒരു നേഴ്സ് ആന്റി ഉണ്ട്. അപ്പൊ ആന്റി ആണെങ്കിൽ വളരെ സൗമ്യമായിട്ട് ചിരിച്ചിട്ടാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഒരു ഇൻജക്ഷൻ എന്ന് പറയുമ്പോൾ ആന്റി എടുക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല. എന്നാൽ ആന്റി ഇല്ലാത്ത സമയത്ത് വേറൊരു നേഴ്സ് ആന്റി വരും. ആ കാണുമ്പോഴേ ഞാൻ ഓടും, അവിടുന്ന് സ്ഥലം കാലിയാക്കും. അത്രയ്ക്ക് പേടിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് വേറൊരാൾക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ നമ്മളുടേതായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്നേഹം, ഇതൊക്കെയാണ് നമ്മളെ അവരോട് അടുപ്പിക്കുന്നത്, നമുക്ക് കുറെ റിലീഫ് തരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ നഴ്സിംഗ് തന്നെ തോന്നി എനിക്ക്. അങ്ങനെയാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ നഴ്സിംഗിനകത്ത് പോകുന്നതും നേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു ഡെഡിക്കേഷൻ തന്നെയായിരുന്നു എനിക്കത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ പേഷ്യൻസിന് എന്നോട്. അത് കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ബോണസും. അപ്പം ഇന്ന് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങള് നമുക്ക് 2 രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം അല്ലെ ഒരാളോട്. ഒന്ന് നമുക്ക് പേപ്പറിൽ കുറിച്ചെടുക്കാൻ പറയാം കാര്യങ്ങൾ അല്ലെ. 2 എന്ന് പറഞ്ഞാല് മനസ്സിൽ കുറിച്ചെടുക്കാൻ കാര്യങ്ങൾ. അപ്പം ഏറ്റവും ബെറ്റർ ഏതാണ്? പേപ്പറിൽ കുറിച്ചെടുക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചു നേരം ബ്രെയിനിൽ തങ്ങി നിൽക്കും, ചിലപ്പോൾ കുറച്ച് നാള് തങ്ങി നിൽക്കും. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു ഫെയ്ഡായിട്ട് മാറും അല്ലെ, ഒരു കളർ കുറയും, നമ്മൾ പിന്നെ പൂർണ്ണമായിട്ട് അത് അവഗണിക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ കുറിച്ചിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പം ഈ ജന്മം നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല അല്ലെ. കറക്റ്റ് അല്ലേ? എന്താ എല്ലാവരും ഇത്രയും ആകാംക്ഷ വേണ്ട. ഒന്ന് ഹാപ്പി ആയിട്ട് ഞാൻ റെഡിയാണ്
ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഞാൻ റെഡിയാണ്, ഹാപ്പിയാണെന്നുള്ളൊരു മൂഡിൽ ഇരിക്കുവാണെങ്കിൽ അത് എനിക്കും ഒരു എന്താ പറയുന്ന ഒരു ബൂസ്റ്റ് എനർജിയാണ് അല്ലെ. അപ്പൊ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ട് ഞാൻ പറയുന്നത് ചെറിയൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ നടന്നത് ഈ ബയോടൂറിയത്തിൽ വന്നപ്പോ ഉള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് അത്രയും വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, പഠനം എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിൽ നമുക്ക് പഠിക്കാൻ ഒക്കും. അക്കാഡമിക്കൽ ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലൂടെ പഠിക്കും. എന്തിനാ ഇന്നത്തെ ഈ രാവിലെ ഈ ഒരു സൂം മീറ്റിംഗും നമ്മുടെ പഠനമാണ് അല്ലെ. ഇന്നലെ ഒരു എന്റെ ഓർമ്മ ശരിയാ സിനി മാം ആണെന്ന് തോന്നുന്നു, ഇന്നലെ ഒരു ക്ലാസ് ഫുഡിനെ, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്, ആഹാരത്തിനെ കുറിച്ചു. പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന പല കാര്യങ്ങളെയും മാം ഇന്നലെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞപ്പം ഞാൻ സാധാരണ എപ്പോഴും ഒരു സൂം മീറ്റിംഗിൽ കയറുമ്പോൾ ഒരു പേപ്പറുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ മാമിന്റെ ആ ക്ലാസ് എനിക്ക് പേപ്പറിന്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്റെ ബ്രെയിൻ ആവുന്ന പേപ്പറിൽ ഞാൻ അതിനെ അബ്സോർബ് ചെയ്തു. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിന് താങ്ക് യു പറയുന്നുണ്ട് ആ മാമിനോട് ഞാൻ എന്തായാലും പറഞ്ഞു. അപ്പൊ നമുക്ക് എപ്പോഴും പഠനങ്ങൾ എന്ന് പറയുന്നത് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായി മാറുമ്പോഴാണ് നമ്മൾ അവിടെ വിജയിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് പേപ്പറും പെന്നും ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇന്ന് ഞാൻ ഇട്ട ടോപ്പിക് എന്ന് പറഞ്ഞാല് മൈ സർവേ ത്രൂ ഈ ബയോടോറിയം എന്നാണ്. അത് 100% ശരിയായിട്ടുള്ള ഒരു എന്നെ സംബന്ധിച്ചുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഞാനത് അത് തന്നെ വേണം എന്നൊരു നിശ്ചയത്തോടു കൂടിയാണ് ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തത്. ഓക്കെ, സർവേ നമ്മൾ പലരും ചിലപ്പോ കേട്ടിട്ടുണ്ടാകാം. എവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാം അല്ലെ, പേഷ്യൻസ് രക്ഷപ്പെടാൻ 50-50 ചാൻസ് ആണ്, സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തില് ജനനം മുതൽ ഇങ്ങോട്ട് പല കാര്യങ്ങളും സർവേ ചെയ്ത് വന്നവരാണ്. പക്ഷെ നമുക്കത് അറിയില്ല, അറിയാതെ സർവേ ചെയ്തവരാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് സർവേ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് അല്ലെ ലൈഫില്. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ അവന്റെ ജീവിത സാഹചര്യങ്ങൾ, അതായത് അവന്റെ മുന്നിൽ വന്നു പെടുന്ന ബുദ്ധിമുട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള, അതും അല്ലെന്നുണ്ടെങ്കിൽ ചലഞ്ചസ് ആയിട്ടുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരു അപകടം, ഇതിനെയൊക്കെ നമ്മള് ഓവർകം ചെയ്യുമ്പോൾ, അതിജീവനം, അപ്പോഴാണ് ഈ സർവൈവൽ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സർവേ ചെയ്തിട്ടുള്ളത് അല്ലെ. ഇന്ന് ഈ ഒരു പ്രായത്തില് നമ്മൾ ഇപ്പം ഇതിൽ കൂടിയിരിക്കുന്ന പലരും ചിലപ്പോൾ 50 കഴിഞ്ഞവർ കാണാം, 40 കഴിഞ്ഞവർ കാണാം, കൂടുതൽ 60 കഴിഞ്ഞവർ, അങ്ങനെയൊക്കെ കാണാം. ഇവർ ഈ രാവിലെ ഈ 6 മണി സമയത്ത് എന്നിട്ട് ഈ സൂമിന്റെ മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു 5:30 ആകുമ്പോഴെങ്കിലും നമ്മൾ ഉറക്കത്തുനിന്ന് ഉണരണം. ഈ ഡിസംബറിലെ തണുപ്പില് സുഖം പിടിച്ച് എത്ര പേര് 7 മണി വരെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കാം. ആ സമയത്ത് നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുന്നിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. അതും അല്ലാതെ നമ്മൾ കുറെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നു അല്ലെ. നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ നല്ല വ്യക്തികളുമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു, അവരെ കാണുന്നു, അവർക്കൊരു ഗുഡ് മോർണിംഗ് പറയുന്നു, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് കിട്ടുന്നു. രാവിലെ ഏറ്റവും എനർജറ്റിക് ആണ്, നമ്മൾ പോസിറ്റീവ് മാറുകയാണ് അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു സർവേറിന്റെ ഒരു ഭാഗവും കൂടിയാണ്. നമ്മൾ ഇതിൽ വന്നേക്കുന്ന പലരും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇതിൽ വന്നു വിട്ടവരായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് വന്നു വിട്ടവരായിരിക്കാം. എല്ലാം എന്തായിരുന്നാലും ഹെൽത്ത് ആണേലും വെൽത്ത് ആണേലും നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ബയോടോറിയം അല്ലെ. അപ്പം ഇനി നമുക്ക് എന്റെ ഒരു കാര്യം പറയാം. എന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഒരു പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ കുറച്ച് പറഞ്ഞു, ഞാനൊരു നേഴ്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏകദേശം എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു 10 വയസ്സുള്ളപ്പോഴാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കാലിന് വേദനയായിട്ട് തുടങ്ങിയതാണ്. എപ്പോഴും പറയും മുട്ടുവേദന. അപ്പം എൻ്റെ അമ്മ ടീച്ചറല്ലേ, സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും വിചാരിച്ചു പഠിക്കാനുള്ള മടി കൊണ്ടാണ്
അപ്പൊ എനിക്ക് അന്നേ ഇച്ചിരി ഉറക്കം കുറഞ്ഞ പ്രശ്നം, ഞാൻ ഇന്ന് ഉറക്കം തൂങ്ങുക, ഫുഡ് കഴിക്കത്തില്ല, ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ ഇതെല്ലാം എന്റെ ഒരു ക്യാരക്ടറായിട്ടാണ് അവര് കണ്ടത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അവർക്കും ബുദ്ധിമുട്ടായി ഈ കാലുവേദന എന്നുള്ള പറച്ചില്. അങ്ങനെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ECG എടുത്തപ്പം ചെറിയൊരു വേരിയേഷൻ. അപ്പം എന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ടെൻഷനായി. അപ്പം ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ ഏതെങ്കിലും നല്ലൊരു പീഡിയാട്രിഷ്യനെ ഒന്ന് കാണിക്കും, ഒരു കാർഡിയക് പീഡിയാട്രിഷ്യനെ കാണിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്റെ അമ്മ കരച്ചിലായി. എന്തായാലും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ ഉള്ള ഒരു സാറിനെ കണ്ടു. സാറിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. സാർ അപ്പൊ എക്കോ ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഒന്ന് കുഞ്ഞിനെ ശ്രദ്ധിച്ചോളുക, അവൾക്ക് ഉറക്കം കുറയരുത്, അവളെ ടെൻസ്ഡ് ആക്കരുത്, ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, റെയറായിട്ട് ബൈ ബർത്തായിട്ട് ഈശ്വരൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എനിക്കും കിട്ടി, ഒരു ഹാർട്ട് പ്രോബ്ലം. കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമായി. പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല. എന്നുവെച്ചാൽ റെയറായിട്ട് ലക്ഷത്തിൽ ഒരാൾക്കോ വല്ലതും കിട്ടുന്ന ഒരു അസുഖമായിരുന്നു അതെന്ന് പറഞ്ഞാല് IDPA എന്നാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോം. കേൾക്കാൻ സുഖമുണ്ട്. എന്നുവെച്ചാല് ഇഡിയോപ്പതിക് ഡയലറ്റേഷൻ ഓഫ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി എന്താന്ന് നമുക്ക് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ നമ്മളിവിടെ വളരെയധികം ഹെൽത്ത് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഡിസീസ് കണ്ടീഷനെ കുറിച്ച് ഒരുപാട് അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ശുദ്ധരക്തം വഹിക്കുന്ന ആ ഒരു വലിയൊരു ആർട്ടറി കാരണമില്ലാതെ ചിലപ്പോ അങ്ങ് വികസിക്കും. അങ്ങനെ വികസിക്കുമ്പോഴത്തേക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അത് എനിക്ക് മെയിൻ ആയിട്ട് വരാൻ ചാൻസ് ഉറക്കം കുറയുമ്പോഴും സ്ട്രെസ് വരുമ്പോഴും. അപ്പം ആ ഒരു അവസ്ഥയായപ്പോഴത്തേക്ക് അപ്പൊ ഈ കാലുവേദന എന്ത് കണ്ടാന്ന് നോക്കിയപ്പം അത് ആർത്രൈറ്റിസിന്റെ തുടക്കമായിരുന്നു 10 വയസ്സിൽ, ഓർക്കുക. പിന്നെ മരുന്നുകളുടെ കാലമാ. ഇഷ്ടം പോലെ അലോപ്പതി മെഡിസിൻ ഇങ്ങനെ കഴിക്കുക, വേദന വരിക കഴിക്കുക, വേദന വരിക കഴിക്കുക, ഇടയ്ക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ. അപ്പൊ ഈ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന സംഗതി എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഞാൻ മെഡിസിൻ കഴിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം അതായിട്ട് ഞാൻ വെള്ളം കുടിക്കില്ല. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിരിക്കും ഒരു ദിവസത്തെ എന്റെ വെള്ളം കുടി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞപ്പം പതിയെ ആർത്രൈറ്റിസ് ക്രോണിക് സ്റ്റേജിലേക്ക് പോയി തുടങ്ങി. പക്ഷെ അപ്പോഴും എന്റെ ആഗ്രഹം ഒരു നേഴ്സ് ആവുക എന്നുള്ളതാണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ മെറിറ്റിൽ എനിക്ക് നേഴ്സിങ്ങിന് പഠിക്കാൻ ചാൻസ് കിട്ടി. ഞാൻ പോയി. അപ്പൊ എല്ലാവരും പറഞ്ഞു, വേണ്ട, നിന്റെ ആരോഗ്യത്തിന് ശരിയാവില്ല, നീ ഒരു ടീച്ചർ ആവുക, ഡിഗ്രി കംപ്ലീറ്റ്. പക്ഷെ ഞാൻ പോയി. എന്റെ ആഗ്രഹം നേഴ്സ് ആവുക എന്നാണ്. അവിടെ ചെന്ന് ഒത്തിരി സഫർ ചെയ്തു. എന്നുവെച്ചാല് എനിക്ക് തണുപ്പൊക്കില്ല. തണുപ്പ്, അതായത് ICUവിനകത്തോട്ട് കയറുമ്പം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിനായിട്ട് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ കയറുമ്പം എന്റെ കൈയെല്ലാം തണുത്തിട്ട് ഇങ്ങനെ ചുമന്ന ചൊറിയും, അസ്ഥി വരെ ചൊറിയാന്ന് കേട്ടിട്ടില്ലേ, ആ കയ്യെ, കാല, ചെവി ഒക്കെ. എന്നിട്ടും എനിക്ക് ഇഷ്ടമാണ്. എന്റെ നേഴ്സിംഗ് പ്രൊഫഷനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അവിടെ നിന്നു. അങ്ങനെ കുറെ നാൾ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കിംസിലായിരുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തു. അവരും പറഞ്ഞു, പെയിൻ എന്തെങ്കിലും കഴിക്കാന്നല്ലാതെ ലൈഫ് ലോങ് ഇങ്ങനെ മെഡിസിൻ എടുക്കാന്നല്ലാതെ ഇതിനൊരു അങ്ങനെ വേറൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതില്ല. ഓക്കെ, എന്നാ പിന്നെ എനിക്ക് അത് വേണ്ട, അലോപ്പതി വേണ്ട, ആയുർവേദം ഞാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോലി ചെയ്യുമ്പം ആയുർവേദത്തിന്റെ മെഡിസിൻ കഴിക്കുക. നല്ല കട്ടിപ്പണിയാണ്. കിംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. വളരെ വളരെ VIPകളും ഒക്കെ വരുന്ന അന്നത്തെ, അതായത് 2010 അവിടെ വർക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ. പിന്നെ എന്റെ ഒരു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോ തീരെ എനിക്ക് ഒരു ചലനത്തിന് പോലും ബുദ്ധിമുട്ടായി. അതായത് ഒരാൾ തിരിച്ചിട്ട കിടക്കുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് പിന്നെയും എല്ലാവരും കൂടുതൽ കാര്യമായിട്ട് ആലോചിച്ചത്. അപ്പോഴും എനിക്ക് എന്റെ രണ്ട് ഡെലിവറി ടൈമിൽ എനിക്കൊരു മെഡിക്കൽ ടീം തന്നെ ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും അറിയാം എന്റെ ഹാർട്ടിന്റെ അവസ്ഥ. അത് എങ്ങാനും സർജറിയുടെ ഇടയിൽ ഒന്ന് ഇതായി പോയാൽ പിന്നെ ഞാൻ സർവൈവ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും കെയർ ആയിട്ടാണ് എന്നെ എല്ലാവരും നോക്കിയത്. ഈ 2 ഡെലിവറി കഴിഞ്ഞപ്പം എന്റെ ബോഡി ശരിക്കും വീക്കായി, ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്കായി ഞാൻ. പിന്നെ 10 വർഷം ഐസൊലേഷൻ ആയിരുന്നു. അന്ന് അതൊക്കെ കരഞ്ഞോണ്ടാ നേരിട്ടെ. ഒരു 2 പെൺകുഞ്ഞുങ്ങളാണ്, ജോലിയില്ല, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു. 2 വർഷം ഇൻട്രോവേർട്ടായിട്ട് ആരോടും മിണ്ടാതെ ഒക്കെ ഞാൻ ജീവിച്ചു. എനിക്കറിയില്ല. അപ്പോഴും എന്റെ കുഞ്ഞുങ്ങളെ എന്റെ അച്ഛനും അമ്മയാണ് അവർക്ക് വേണ്ട ഫുഡ്, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. അമ്മ എന്നുള്ള ഒരു പോസ്റ്റ് മാത്രമേ എനിക്കുള്ളായിരുന്നു.
അങ്ങനെ ഞാൻ കഴിഞ്ഞപ്പോ തോന്നി എന്തായാലും ചെറുതായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ബേക്കിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്റെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ. അപ്പോഴും അതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്ലാക്ക് ഔട്ട് ആവും, മറിഞ്ഞു വീഴും. എവിടാ വീഴുന്നതെന്ന് വെച്ചാൽ അവിടെ കിടക്കും മണിക്കൂറുകളോളം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവര് വെള്ളമൊക്കെ തന്ന് പിടിച്ച് എണ്ണിപ്പിക്കുകയും. പക്ഷെ ആരും ഇല്ലാത്ത അവസരങ്ങളിൽ മണിക്കൂറുകളോളം ഞാന് ബോധം കെട്ട് കിടന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞാന് ഒരാളെ പരിചയപ്പെട്ടു. എന്റെ ലൈഫിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. എന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്ന എനിക്കൊരു അഭിമാനമായ എന്റെ എന്താ പറയുന്ന അപ്ലൈ മിനിമം എന്റെ സ്വന്തം ചേച്ചി. ചേച്ചിയെ പരിചയപ്പെട്ട സമയത്തൊക്കെ ഞാനിങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. എപ്പോഴും ഷെയറിങ് ആണല്ലോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈഫിന്റെ നല്ലൊരു പാത്താണ് ഈ ഷെയറിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കൊറോണയുടെ സമയത്ത് അസുഖം കൂടുതലായി എന്നെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു എന്റെ മസിൽ എല്ലാം സ്റ്റിഫായി തുടങ്ങി, ഇനി ഒന്നിനും ഒക്കത്തില്ല, നിങ്ങൾ അപ്പോഴും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, ഇത് ആർത്രൈറ്റിസിന്റെ. അപ്പൊ അവര് പറഞ്ഞു ഒരു ഒപ്പീനിയൻ വേണം, കാർഡിയാക് ആൻഡ് ഒഫ്താൽമോളജി ഒപ്പീനിയൻ. അവിടെ ചെന്നു. അപ്പൊ കാർഡിയാക് സർജൻ ആണെങ്കിൽ പുള്ളി എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടും ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താല് ഞാൻ ജീവിച്ചിരിക്കില്ല ഉറപ്പ് തന്നു. കണ്ണിന്റെ ആണെങ്കിലും അവരെന്നപ്പം കണ്ണിന് കാഴ്ച പോകാൻ സാധ്യതയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പം അമ്മയോടും അച്ഛനോടും പറഞ്ഞു, കൂട്ടുക, കൊച്ചു കുട്ടികളുടെ കൂട്ട്, അതിന് ഫുഡ് കൊടുക്കുക, അതിനെ ഉറങ്ങാൻ അനുവദിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ അവർ കാണുമെന്ന് പറയും. ഇതൊക്കെ കേട്ട സാധാരണ പേരൻസ് ഒക്കെ ആണെങ്കിൽ അറിയാമല്ലോ, നമ്മൾ താഴ്ന്നു പോകും. എന്റെ അമ്മയും അച്ഛനും അതേ ഒരു അവസ്ഥയിലെത്തി. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതാണ്, 2 കുട്ടികളുള്ളതാണ്. ഈ 3 പേരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നവര് ആകെപ്പാടെ ടെൻഷനായി. അങ്ങനെ ഞാൻ കുറച്ച് ഉറക്കഗുളിയൊക്കെ കഴിച്ച് വീട്ടിലിരുന്ന സമയത്ത് ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ ഒരു വർഷം ഞാൻ ഒരു വർക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്കൊരു മനസ്സിലെഴുതായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അസുഖം കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ആയുർവേദത്തിന്റെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പം മിൻചേച്ചി എന്നെ വിളിച്ചപ്പോ എന്നെ കിട്ടാനില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണല്ലോ, വിളിക്കാതിരുന്നപ്പോ എന്തോന്ന് വന്നിട്ട് വിളിച്ചപ്പം കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടായി. എന്ന് വെച്ചാൽ ഒത്തിരി ഫിനാൻഷ്യൽ 10-30,000 രൂപ അവിടെ അടയ്ക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ജോലിയില്ല, ഒന്നുമില്ല, പെൻഷൻ മാത്രം ഇതായിട്ടുള്ള എന്റെ പേരൻസ്. അപ്പൊ എന്നോട് ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇത്രയൊക്കെ സഫർ ചെയ്തില്ലേ, ഇത്രയൊക്കെ പൈസ ചെലവാക്കിയില്ലേ, ഞാൻ നിനക്കൊരു റെമഡി പറഞ്ഞുതരാം, നീ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ചേച്ചി? അപ്പൊ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്തു, എനിക്ക് എത്രയും ബെറ്റർ ആയിട്ട് തോന്നി, ഞാൻ എന്റെ പല റിലേറ്റീവ്സും നല്ല ഇതായി, അപ്പൊ നീയും കൂടെ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, ചേച്ചി എത്ര രൂപയാവും? അപ്പൊ പറഞ്ഞു, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഇത് ഒരു 11,900 ആണെന്ന് തോന്നുന്നു, ആവൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒക്കില്ല, എന്റെ സാമ്പത്തികം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഒരു 30,000 രൂപയോളം ചെലവായിട്ട് ഞാൻ അവർക്കൊരു ഇതായിട്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛമായിരുന്നു. എന്ന് വെച്ചാല് ഈ ഒരു പ്രായത്തിൽ ഞാൻ എന്റെ പേരൻസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പ്രായത്തില് പേരൻസ് എന്നെ എന്റെ കിഡ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു അവസ്ഥ. ചേച്ചി പറഞ്ഞു, എന്നാലും നീ ഒന്ന് എങ്ങനെയെങ്കിലും നീ ഒന്ന് നോക്ക് എന്ന്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നിനക്കൊരു ആരോഗ്യം അല്പമെങ്കിലും നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നിനക്കൊരു ആരോഗ്യം കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അമ്മ കയ്യിൽ കിടന്ന് ചേച്ചി വന്നു പാക്ക് വാങ്ങിച്ചു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ എന്താ പറഞ്ഞ അവര് വീക്കാണ്. എന്ന് വെച്ചാല് അവർക്ക് കിട്ടേണ്ട ഒന്നും കിട്ടുന്നില്ല. എല്ലാവരുടെയും കാര്യം എന്റെ പേരൻസ് നോക്കണ്ടേ. അപ്പൊ ഞാൻ അവരെ ഉപയോഗിക്കാൻ, എന്നാലും ഒരാഴ്ചയോളം ഞാൻ ഇതിനെ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ എനിക്കൊരു പേടി, ഈ മെഡിസിൻ മാറ്റി വെച്ചാൽ അപ്പൊ ഞാൻ ദിവസവും കഴിക്കാന്ന് പറഞ്ഞ ഒരു 40 ടാബ്ലറ്റോളം ഞാൻ കഴിക്കും ആയുർവേദത്തിന്റെ. ടാബ്ലറ്റ് കുറച്ചു തരാൻ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു, ഇയാളുടെ ഫുൾ എഞ്ചിനുകളെല്ലാം പിന്നീട് ഞാൻ ലിവറിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ സിംറ്റം കണ്ടു തുടങ്ങുകയും ചെയ്തു. അപ്പൊ ചേച്ചി കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്കൊരു പേടി, ഇതെങ്ങനെ? അപ്പൊ ചേച്ചി വന്ന സാരല്ല, നീ മരുന്ന് കഴിക്കണേ കഴിച്ചു, അതിന്റെ കൂട്ടത്തിൽ ഉപയോഗിച്ചോ. അപ്പൊ എനിക്ക് അത്രയും വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്
എന്തായാലും അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഫോൺ ഇങ്ങനെ പിടിച്ച് എന്റെ കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഒന്ന് ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, ആരെങ്കിലും ഒന്ന് പൊക്കണം, പിന്നെ ഒന്ന് തള്ളണം. അപ്പൊ ഞാൻ ചെണ്ടാല അപ്പൊ ഞാൻ ഇങ്ങനെ ദീപക്കുറ്റി പോലെ ഇത്ര ഉണ്ട് നീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു യാത്രയില്ല. അഥവാ കാറിൽ ഒരു കോട്ടയം വരെ എന്റെ അനിയത്തിയുടെ അടുത്ത് പോയാലും അവിടെ ചെല്ലുമ്പോ കാലൊക്കെ എത്രയുണ്ട് അകത്ത് ഞാൻ എന്റെ ഈ ഒരു റൂമായി എന്റെ ഒരു 10 വർഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പലതും ചെയ്യേണ്ട ഒരു ടൈമാണ്. ആ സമയത്ത് ഞാൻ അട്ടചുരുളുന്ന കണക്ക് എന്റെ ബെഡിൽ 10 വർഷം കഴിയാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒരു ആ ഒരു ഭീകരത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും ഞാൻ വാങ്ങിച്ചു, എന്നാ ഉപയോഗിക്കാം. ആ ഒരു ചിന്താഗതിയോടുകൂടി തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്, വേദന സഹിക്കാനൊക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം കുടിച്ചു തുടങ്ങി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നാമം ചെല്ലാൻ ഇരുന്നിട്ട് സാധാരണ എഴുന്നേക്കണമെങ്കിൽ എന്റെ മക്കളെ പിടിച്ച് പൊക്കണം. പക്ഷെ അന്നായപ്പോ പതുക്കെ ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോ എഴുന്നേറ്റ് വന്നാൽ എന്റെ കാലൊക്കെ ഒന്ന് നല്ല റിലാക്സ്ഡ്. അപ്പൊ മനസ്സിൽ ഒത്തിരി സന്തോഷം. ദൈവമേ, എന്താ ഇത് ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു റിലാക്സേഷനൊക്കെ. അതങ്ങോട്ട് ഇതായപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതുപോലെ എനിക്ക് ചെറിയൊരു ഇത് ബുദ്ധിമുട്ടൊക്കെ ഒന്ന് റിലീഫായി കിട്ടുന്നു. അപ്പൊ അമ്മ ഒരു ഈശ്വരനെ വിളിച്ചിട്ട് നീ അത് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കും ധൈര്യമായി. ഞാൻ ഉപയോഗിച്ചു. കറക്റ്റ് 2 ആഴ്ച കൊണ്ട് എന്റെ ശരീരത്തിലെ നീരെല്ലാം മാറി. നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല പോലെ എനിക്ക് ഒക്കെ ചെയ്യാൻ നല്ല ഒരു നല്ല ഒരു എഫോർട്ട് ഇല്ലാതെ എനിക്ക് ചെയ്യാം. അപ്പോഴും കുറച്ച് തണുപ്പിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, എല്ലാം ചെയ്യും. പിന്നെ ഒരു വിശ്വാസത്തിന്റെ ഒരു പാതയായിരുന്നു. അത് തന്നെയാണ്. അപ്പൊ ഞാൻ 2 മാസം ഉപയോഗിച്ചപ്പോ കറക്റ്റ് എന്റെ മാറ്റം ശരിക്ക് കണ്ട അമ്മ. അപ്പൊ അമ്മയ്ക്കും തീരുമാനം ഒക്കെ കിട്ടി, എന്നാ അമ്മയെ ഉപയോഗിക്കണം. അതുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് അച്ഛൻ ഇതിനെല്ലാം എതിർത്ത ഒരു വ്യക്തിയാണ്. അച്ഛൻ അറിയാതെ എന്നെ കൊണ്ട് ഉപയോഗിച്ചു തുടങ്ങി. അപ്പം മാസത്തിൽ 2 അമൃതയിൽ പോയിക്കൊണ്ടിരുന്ന അച്ഛന് എന്നുവെച്ചാല് യൂറിനറി റിട്ടൻഷൻ വന്നിട്ട് കണ്ടിന്യൂസ് ഇൻഫെക്ഷൻ ആയിരുന്നു അച്ഛന്. പക്ഷെ അവിടെ സ്കാൻ ചെയ്യാനും പൈസ കൊടുക്കാനും ഒക്കെ അച്ഛൻ തയ്യാറാണ്. പക്ഷെ ഇതിൽ അച്ഛന് വിശ്വാസമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, വേണ്ട, നീ അച്ഛനെ വിശ്വസിപ്പിക്കാൻ പോണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ വെള്ളമൊക്കെ കൊടുത്തു, വേദന കുറഞ്ഞു, ഉറക്കം കിട്ടി. ഇതൊക്കെ ആയപ്പോ അച്ഛനൊരു മാറ്റം വന്നു. എന്നിട്ടും അപ്പൊ അടുത്തുള്ള ഒരു വ്യക്തികളോട് എല്ലാവരും വിചാരിച്ചു, എന്ന് വെച്ചാൽ ഈ ഒരു 10-40 വർഷം അറിയപ്പെടാതെ ഇരിക്കുന്ന ഒരു വ്യക്തി. എല്ലാവർക്കും എന്റെ മക്കളെ അറിയാം, എന്നെ അറിയില്ല, എന്റെ സഹോദരങ്ങളെ അറിയാം. എന്നെ വെച്ചാൽ ഞാൻ ഒരു ഫംഗ്ഷനിലും പങ്കെടുക്കില്ല. ഒരു 4 ആള് കൂടുന്ന വെച്ചാല് എന്റെ ഫാമിലി ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൂടെ എന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ അനുഭവം ഓരോരുത്തരുടെ അനുഭവം യുണീക്കാണ്. അതുകൊണ്ട് വേറൊരാൾക്ക് അത് ഒരിക്കലും ഇതാക്കാനൊക്കില്ല. അതിനോട് സമമായിട്ട് ചിലപ്പോ എന്തെങ്കിലും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ചേച്ചി എന്നോട് ഒന്ന്, നിനക്ക് മാറ്റമില്ലേ, അമ്മയ്ക്ക് മാറ്റമില്ലേ, എന്തായാലും ഇത് വേണം, തിരിച്ച് നേഴ്സിംഗിലോട്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കി നഴ്സിംഗിന് പോയാല് ഇനി ചെറുതായിട്ടേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ, ചെറിയ രീതിയിൽ. പക്ഷെ ഇതിനകത്തോട്ട് ഇറങ്ങിയ ഈ മരുന്നില്ലാതെ എത്ര പേരെ എനിക്ക് രക്ഷിക്കാനൊക്കോ അത്രയും നഴ്സിംഗിനേക്കാളും എനിക്ക് 10 മടങ്ങ് എനിക്ക് സന്തോഷം കിട്ടും. എനിക്ക് ജെന്യൂനായിട്ട് കിട്ടിയ ഒരു അഭിപ്രായം മറ്റുള്ളവരിൽ എത്തിച്ചാല് എനിക്ക് ആരെയും എന്താ പറയാ, ആരുടെയും മുഖത്തൊന്ന് ഒരു ചമ്മലോടെ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ല ധൈര്യത്തോടെ ഒരാളോട് പറയാം. കേൾക്കുന്നവര് കേൾക്കട്ടെ, എത്ര പേര് കേൾക്കും എന്നുള്ളത് എന്റെ പ്രശ്നമല്ല, പറയുക എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. അപ്പൊ അതിനെല്ലാം എന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ കണക്ക് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയ എന്റെ മിനിമം എനിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് തന്നത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു. അത് ഞാന് എന്താ പറയാ 100% സംതൃപ്തിയോടെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എനിക്കിത് പറയാൻ ഒക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് പതുക്കെ മാറി വന്നപ്പം എനിക്കൊരാഗ്രഹം എന്താ വെച്ചാല് കുഞ്ഞുനാളിൽ കുറെ കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊന്നും ഇല്ലല്ലോ, പിന്നെ ആ ഒരു ലൈഫ്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു കുഞ്ഞുനാളില് എനിക്ക് മാറ്റി വെച്ച കുറെ കാര്യങ്ങൾ ഒക്കെങ്കിൽ എനിക്ക് ഇപ്പൊ അത് ഫുൾഫിൽ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ കുറച്ച് പഠിക്കണമെന്ന് തോന്നി. അതിനെന്ത് ചെയ്യും, ഞാൻ കുറച്ച് ബുക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 1.5 വർഷം കൊണ്ട് ഏകദേശം 54 ബുക്സ് ആണ് ഞാൻ കളക്ട് ചെയ്തത് എനിക്ക് വായിക്കാൻ വേണ്ടി. ഒരുപാടൊന്നും വായിച്ചു തീർത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇനി
വായിക്കും. ഈ ഒരു വർഷം ഞാൻ അത് കൂടാതെ ഞാൻ ഒരു കോഴ്സ് ചേർന്നു. എനിക്ക് പഠിക്കാൻ ഇഷ്ടം താല്പര്യമുള്ള ഒരു കോഴ്സ് 1 ഇയർ കോഴ്സ് ചേർന്ന് മിനിഞ്ഞാന്നാണ് അതിന്റെ എക്സാം കഴിഞ്ഞത്. ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. കുറച്ച് അസൈൻമെന്റ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ഫെബ്രുവരിയിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് സെറമണിയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് പഠിക്കാനും എനിക്ക് വായിക്കാനും ഒക്കെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കുറഞ്ഞപ്പം പിന്നെ എനിക്ക് തോന്നി ഈ വർക്കിനായിട്ട് കുറേയേറെ യാത്ര ചെയ്ത് ഞാൻ മിൻചേച്ചിയുടെ കൂടെ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അതിനെല്ലാം ഒരു നല്ല ഒരു കട്ട സപ്പോർട്ട്, എന്റെ അമ്മയെ പോലെ എനിക്കൊരു സപ്പോർട്ട് തന്നത് മിൻചേച്ചിയാണ്. ഒരു അപ്ലൈൻ എന്നല്ല, അതിൽ കൂടുതൽ ഒരു കൂടപ്പറപ്പായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് എന്നെ ഉയർത്തി. ഇപ്പൊ ഈ ഒരു ഇതിൽ പോലും ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ മിൻചേച്ചി വിളിച്ചു, മഞ്ജു എക്സാം കഴിഞ്ഞില്ല, ഇത്രയും ദിവസം നിന്നെ ഞാൻ വെറുതെ വിട്ടു, ഇനി നീ കേറിയൊക്കെ ആക്റ്റീവ്. ഞാൻ പറഞ്ഞു ഞാൻ റെഡി, എന്ത് വേണമെന്ന് ചേച്ചി പറഞ്ഞു. എന്നാ പറഞ്ഞു ഓക്കെ, തിങ്കളാഴ്ച ഒരു ദിവസം നിന്റെ ലൈഫിൽ ഒന്നുകൂടെ നീ ഒരു പുതിയൊരു ദിവസമായി കരുതി നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്ലോർ ചെയ്യാൻ നിനക്ക് ഒക്കുവാണെങ്കിൽ അത് ഒത്തിരിയും പേർക്ക് അത് നല്ലൊരു അനുഭവമായിരിക്കും. ഞാൻ ഓക്കെ, ഞാൻ റെഡി, എനിക്ക് ഹാപ്പിയാണ് അത് പറയുന്നതിനും. എന്ന് വെച്ചാല് ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ മറക്കില്ല അല്ലെ, എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ എന്നെ ഓർക്കും. ഇത് അന്നാ പറഞ്ഞ ആ കുട്ടിയാണെന്ന് ഓർക്കും അല്ലെ. ഇതിനേക്കാളും വേറെ ഏതൊരു ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷനുണ്ട് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എത്തിപ്പെടാന്? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോ എനിക്കൊരു ധൈര്യം, വായിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ ഒക്കുമെന്ന്. അതിനു വേണ്ടിയിട്ട് എനിക്ക് മിൻചേച്ചി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നീ നിനക്ക് അറിയാവുന്നതൊക്കെ അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവസരം തന്നു. അതിനും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എന്റെ അപ്ലൈനോടും ഈശ്വരനോടും ഈ ബയോട്ടോറിയത്തിനോടും ഒക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം പഠിച്ചാൽ ശരിയാവില്ലല്ലേ. നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഹാപ്പി എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ മാത്രം കഴിച്ചാൽ മതി, ഞാൻ മാത്രം സൂചിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സ്വാർത്ഥതയാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനം എനിക്കും ഇല്ല, ആർക്കും ഇല്ല. അപ്പൊ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, അറിവാണെങ്കിലും ഫുഡാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക്. നമ്മളെ പട്ടിണി എടുത്തിട്ട് ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ മറ്റുള്ളവരും കഴിക്കുക, അത് നമ്മുടെ ഒരു സന്തോഷമാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ആലോചിച്ചപ്പോൾ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന എന്തിനാണെന്ന് ഒരാൾക്കെങ്കിലും ഒന്ന് പറയാവോ? പ്ലീസ് അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒരാള്, നിങ്ങക്ക് മനസ്സിലത്രയ്ക്ക് അത് ഉറപ്പുണ്ടെങ്കിൽ ഒരാൾക്ക് പറയാമോ? എന്താ? ബന്ധങ്ങൾക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സമയം പോകുന്നുണ്ട്, ഞാൻ തീർക്കാൻ പാടുപെടുകയാണ്. ഓക്കെ, ബന്ധങ്ങൾക്ക്, ഹെൽത്തിന്, സമയത്തിന്, ഓക്കെ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ഇതെല്ലാം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫില് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളാണ്. നമുക്കൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് പ്രൗഡ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ ഏറ്റവും വലിയ യുണീക്ക് ആൻഡ് സ്പെഷ്യൽ ക്രിയേഷൻ ആണ് മനുഷ്യൻ എന്നുള്ളത്. പക്ഷെ ആ മനുഷ്യന്റെ വില അവനോൻ തന്നെ മനഃപൂർവ്വം ആണോ എന്നറിയത്തില്ല നമ്മൾ വിട്ടുകളയുന്നു. ഞാനും അതേ സ്റ്റേജിലായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഫാമിലി, എനിക്ക് ചുറ്റുമുള്ളവർ എന്നൊക്കെ മാത്രമായിരുന്നു എന്റെയും ചിന്ത. പക്ഷെ ഈ ബയോട്ടോറിയത്തിൽ വന്നപ്പോ തൊട്ട്, എനിക്ക് അറിവുകൾ കിട്ടിയപ്പോ തൊട്ട് ഞാനും ചിന്തിച്ചു തുടങ്ങി സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് കെയർ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമാണെന്നേ. കുറെ കഴിയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മക്കളുടെ കാര്യം കഴിഞ്ഞ്, കൊച്ചുമക്കളുടെ കാര്യം കഴിഞ്ഞ് അവര് പോയി കഴിയുമ്പോ നമുക്ക് തോന്നും എന്തിനാ നമ്മൾ ജീവിച്ചെന്ന്, ഇല്ലേ? അവിടെ നമ്മൾ തോക്കുകയാണ് ചെയ്യുന്നേ. അവിടെ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വരികയാണ്. അതായത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സുകൊണ്ട് ആലോചിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് അസുഖങ്ങളായിട്ട് രൂപപ്പെട്ട് വരികയാണ്. ഇവിടെ നിന്നൊക്കെ ലൈഫ്
ആ ഒരു ഇത് മുന്നിലേക്ക് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് അറിവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഈക്വൽ ആയിട്ട് വേണം. ഒന്നിനെ മാറ്റി നിർത്താൻ ഒക്കത്തില്ല. ഹാപ്പിനെസ്, സമാധാനം, ഇതെല്ലാം വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു അറിവിന്റെ സ്റ്റേജിൽ എത്തിയപ്പം ഞാൻ എനിക്ക് വേണ്ടിയും കൂടെ ജീവിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് നമ്മൾ ചില ഫിനാൻഷ്യൽ ഇതൊക്കെ കേട്ടു. ഒരു ഫിനാൻസ് കൊണ്ടുവന്നാൽ അതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കണം. ഒന്ന് നമ്മുടെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്, ഒന്ന് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് 20% സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്, 20% നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക്, 20% ചാരിറ്റി, 20% സേവിങ്സ്, 20%മോ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഈക്വൽ ആയിട്ട് നമ്മുടെ കിട്ടുന്നതിനെ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. നമ്മുടെ ലൈഫ് ഒരു വിജയം തന്നെയാണ്. വിജയത്തിലേക്ക് എത്തുകയല്ല, ഓൾവേസ് നമ്മുടെ ലൈഫ് വിജയമായിരിക്കും. അപ്പൊ ആ ഒരു പാതയിലേക്ക് ഞാൻ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ എനിക്ക് അറിയാവുന്നവരും എന്നെ കേൾക്കുന്നവരും എല്ലാം ആ പാതയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു നന്ദിയുള്ളത് ഈ ബയോട്ടോറിയം ഡോക്ടർ സാഗർ ജോഷി സാറ്, എന്റെ അപ്ലൈൻ കൂടെ നമ്മളെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും അല്ലെ. പ്രസന്റ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ മൂന്നായിട്ട് നമ്മുടെ ലൈഫിനെ ഡിവൈഡ് ചെയ്താല് നമ്മള് പാസ്റ്റിൽ ഒരിക്കലും ഹോൾഡ് ചെയ്ത് നിൽക്കരുത്, തങ്ങി നിൽക്കരുത്. പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റ് ആണ്. അതിലെ കാര്യങ്ങളിൽ നിൽക്കാതെ അതിനകത്ത് നിന്ന് കിട്ടുന്ന അറിവുകള് പ്രസന്റില് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പ്രസന്റ് നല്ല രീതിയിൽ, നല്ല 100% ഈ ഒരു മൊമെന്റിൽ നമ്മൾ ജീവിച്ചാലും നാളെ നമുക്ക് അതൊരു അസറ്റാണ്. അല്ലാതെ നാളെ കുറിച്ച് വറി ആവുന്നതോ ടെൻഷൻ ആവുന്നതോ ആൻസൈറ്റി അല്ല നമ്മുടെ ഇത്. നാളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. ഇന്നത്തെ പ്രസന്റ് ഡേ, പ്രസന്റ് മൊമെന്റ് ഈശ്വരന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഈ പ്രസന്റ് മൊമെന്റ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് ഈ ഒരു നിമിഷം എത്ര പേർക്ക് ഹെൽത്ത് ഇഷ്യൂ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. എത്ര പേർ ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട് അല്ലെ. എത്ര ഫേമസ് എന്ന് പറഞ്ഞാലും ഒരു ദിവസം നമുക്ക് പോയേ ഒക്കത്തുള്ളൂ അല്ലെ. ഇന്നലെ നിങ്ങളൊക്കെ കേട്ടതാണ് നടൻ ശ്രീനിവാസൻ മരിച്ച കാര്യം. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു നിമിഷം, ഇന്ന് നമുക്ക് കാണുന്ന എല്ലാം, നമുക്ക് കിട്ടുന്ന നമ്മുടെ ഉള്ളതിലുള്ള എല്ലാ കാര്യങ്ങളിലും ഹാപ്പി ആയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബൂസ്റ്റർ എനർജിയാണ് നമ്മുടെ. അത് മനസ്സിലാക്കി അത് നന്ദി പറഞ്ഞ് ഇന്നത്തെ പ്രസന്റിൽ ജീവിക്കുക. ഈ ബയോട്ടോറിയം നമ്മൾ വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു നോക്കിയാലും ഈ ബയോട്ടോറിയത്തിൽ ഹെൽത്ത് ഉണ്ട് അല്ലെ, ഫുഡിന് വേണ്ടിയിട്ട് അതിനകത്ത് അഗ്രികൾച്ചർ സെക്ഷൻ ഉണ്ട്. ഇനി നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ കഴിയുന്ന ടെക്നോളജിയും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം ഇതിനകത്തുണ്ട്, ഈ ബയോട്ടോറിയത്തിനകത്തുണ്ട്. ഇതിനെല്ലാം നമ്മള് കൂടുതൽ 100% ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇതിനോടൊപ്പം പോവുക. കുറെ ആൾക്കാരെ ഇതൊന്നും അറിയാതെ ഒത്തിരി ആവശ്യമില്ലാതെ സഫർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ട്. ഒക്കെങ്കിൽ അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പോട്ടെ, അവർക്ക് ആ ഒരു എന്താ പറഞ്ഞ ഒരു നിയോഗം ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ഇതായിട്ടില്ല, അവർക്കൊരു അവസരം ആയിട്ടില്ല. എന്നാൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. ആരെന്ത് പറയുന്നു എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇതിനകത്തെ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ചും ടെറാടെക്കിനെ കുറിച്ചും ബാക്കി കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഇങ്ങനെ ടെക്നോളജിക്കലായിട്ട് വരുന്നുണ്ട്. സാറ് നമുക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം എല്ലാവരുടെ ലൈഫില് ഡേ ടു നൈറ്റ് ഇത് ആവശ്യമാണെന്ന് കണ്ടിട്ട് അവരെ മനസ്സിലാക്കിക്കാന് എന്ത് വേണം, അത് നമുക്ക് മനസ്സിലാകണം, നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ഇത്രയും നല്ല രീതിയിൽ നമുക്കിതായാൽ നമുക്ക് വേറൊരാളെയും കൂടെ ആ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനും. ഇന്ന് ഞാൻ എൻ്റെ മിൻചേച്ചിയെ എത്രത്തോളം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നന്ദിയോടും കൂടെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ കൊണ്ടുവന്ന ഈ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നമ്മളൊക്കെ പറയും
നമ്മൾ മരിക്കുമ്പോ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന് തെറ്റാണ്. മരിക്കുമ്പോ നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയട്ടെ, നമ്മുടെ ഉള്ളിലെ സന്തോഷം, അറിവ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മരിച്ചാലും നമ്മുടെ ശരീരം വിട്ടുപോകുന്ന എനർജിയോടൊപ്പം ഇത് രണ്ടും ഉണ്ട്. ഈ രണ്ടുമാണ് ഇനി ഒരു ജന്മം എടുക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ ആ ലൈഫിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ കെയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആർജിക്കുന്ന അറിവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന, അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും സന്തോഷമാണ് ആ ഒരു എനർജി. ഈ ഒരു രണ്ട് എനർജിയും ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ പിന്തുടരുന്നതാണ്. നമ്മൾ ഇവിടെ നല്ലതല്ലേ ചെയ്തത്, നമ്മൾ ദോഷമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, അതും നമ്മൾ കൊണ്ടുപോകും. അടുത്ത ജന്മത്തിൽ സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും നമ്മൾ നമ്മുടെ കൂടെ കൂട്ടും. അപ്പൊ ഓർക്കുക, യുണീക്ക് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മമാണ് ഈശ്വരൻ തന്നത്. യുണീക്ക്, അതിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഈ ബയോട്ടോറിയാണ്, അല്ലെ? സംശയമില്ലാതെ എല്ലാവർക്കും പറയാൻ കഴിയില്ലേ? അപ്പൊ ഇത്രയും നേരം എന്നെ ഉൾക്കൊണ്ട് ഇതൊന്ന് കേൾക്കാൻ താല്പര്യം കാണിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട്